മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇന്ന് രാജിവെക്കുമോ? രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടേക്കുമെന്നാണ് സൂചന. വാളകത്തെ വീട്ടിൽ നിന്നും മന്ത്രി തിരുവനന്തപുരത്തേക്ക് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനായി പുറപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വാളകത്തെ വീട്ടിലടക്കം വലിയ തോതിലുള്ള പോലീസ് സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗണേശിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. കൊട്ടാരക്കരയിലും പത്തനാപുരത്തും മറ്റും വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. 9 മണിയോടുകൂടി അദ്ദേഹം പുറപ്പെട്ടു. ഭാര്യ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതികരിക്കാൻ മന്ത്രി തയ്യാറായിട്ടില്ല. എസ് വിനീഷും ഒപ്പം വി അരുണും വിവരങ്ങളുമായി ചേരും. അരുണ് വിനീഷ് ആദ്യം വിനീഷിലേക്ക് പോകണം. വിനീഷ്, വലിയ സന്നാഹം പോലീസിന്റെ സുരക്ഷയൊക്കെ വാളകത്തെ വീട്ടിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ മന്ത്രി തയ്യാറായില്ല അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസവും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മന്ത്രിയുടെ വാളകത്തെ കീഴൂട്ട് തറവാട്ടിൽ നിന്നാണ് മന്ത്രി ഇന്ന് പുറപ്പെട്ടത്. ഒരു 9 മണിക്കായിരുന്നു മന്ത്രി പുറപ്പെട്ടത്. മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു വന്ന ഈ ആരോപണങ്ങൾക്ക് മറുപടി എന്നോണം ഒന്നും തന്നെ പ്രതികരണം ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം മന്ത്രി പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെയാണ് മന്ത്രിയുടെ ഭാര്യ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത്. തന്റെ പക്കൽ ഈ ആരോപണങ്ങൾക്ക് അനുസരിച്ചുള്ള തെളിവുകൾ ഉണ്ട് എന്നതടക്കം പറഞ്ഞുകൊണ്ടാണ് അത്ര വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഇതൊരു വലിയൊരു രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തന്നെ വഴിവെച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു മറുപടി എന്നോണം മന്ത്രിയുടെ നിന്നും പ്രതികരണം ലഭ്യമാകും എന്ന് കരുതിയാണ് നമ്മൾ അവിടെ കാത്തുനിന്നത്. പക്ഷേ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും പറയാൻ തയ്യാറായില്ല. 9 മണിക്ക് തന്നെ മന്ത്രിയുടെ കീഴൂട്ട് തറവാട്ടിൽ നിന്നും ഇറങ്ങുകയും ഔദ്യോഗിക വാഹനത്തിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജിയുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ രാജി വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് ചില സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും പ്രതിഷേധങ്ങൾ ശക്തമാണ്. യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് അടക്കം ഉള്ള പ്രവർത്തകരുടെ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇന്നും മന്ത്രിയുടെ വസതിയിലേക്കും അതുപോലെ തന്നെ മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്കും, പത്തനാപുരത്തുള്ള ക്യാമ്പ് ഓഫീസിലേക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇന്ന് വേദിയാകും. ഇത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹത്തെയും അവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, തുടരുക. വി അരുൺ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുണ്, മന്ത്രിയുടെ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടേക്കുമെന്ന് തന്നെയാണ് സൂചനകൾ. കാരണം നമുക്കറിയാം, ഗണേശനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരമെന്ന വിലയിരുത്തലിലേക്ക് ഇടതുമുന്നണി എത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. CPIയും ഏതാണ്ട് അതേ നിലപാടിൽ തന്നെയാണ് എന്നും മനസ്സിലാകുന്ന പശ്ചാത്തലമുണ്ട്. രാജി ഇന്ന് തന്നെ ഉണ്ടാകുമോ? എന്താണ് സൂചനകൾ? രാജി എന്ന ഒരു ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഗണേഷ് കുമാറിന്മേൽ വലിയ സമ്മർദ്ദമുണ്ട്. CPMും വലിയ സമ്മർദ്ദത്തിലാണ്. കാരണം നമുക്കറിയാം, 2013 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കെ.ബി. ഗണേഷ് കുമാർ അംഗമായിരിക്കുമ്പോൾ ഏറെക്കുറെ സമാനമായ ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. അന്ന് ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെടാൻ CPM വളരെ ഉത്സാഹം കാട്ടിയിരുന്നു. മാത്രമല്ല വലിയ സമരങ്ങളിലേക്ക് അത് പോയിരുന്നു. അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. അദ്ദേഹം ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിട്ടും എന്തുകൊണ്ട് ഇത് പൂഴ്ത്തിവെച്ചു, എന്തുകൊണ്ട് രാജി ആവശ്യപ്പെടാൻ വൈകുന്നു? VS അച്യുതാനന്ദൻ പ്രതിപക്ഷ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഗണേഷ് കുമാർ മാത്രമല്ല രാജിവെക്കേണ്ടത്, അതിന് കൂട്ടുനിന്ന അല്ലെങ്കിൽ പരാതി കിട്ടിയിട്ടും നടപടിയെടുക്കാത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൂടി രാജിവെക്കണമെന്ന ആവശ്യമെന്ന് VS അച്യുതാനന്ദൻ ഉയർത്തിയിരുന്നു. അന്നത്തെ ആവശ്യങ്ങൾ ഇപ്പോൾ മന്ത്രിമാർ ഓരോരുത്തരായി മന്ത്രിസഭാ പങ്കെടുക്കാൻ എത്തുകയാണ്. കെ.ബി. ഗണേഷ് കുമാറും മന്ത്രിസഭാ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ AK ശശീന്ദ്രനാണ് മന്ത്രിസഭാ യോഗത്തിനായി സെക്രട്ടേറിയറ്റിലേക്ക് കടന്നുപോകുന്നത്. അന്ന് CPM നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ, ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി, അന്നത്തെ പ്രതിപക്ഷ VS അച്യുതാനന്ദൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നടത്തിയ പ്രസ്താവനകൾ ഇപ്പോൾ CPMനെ തിരിഞ്ഞുകൊത്തുകയാണ്. ഏറെക്കുറെ സമാനമായ ആരോപണമാണ് ഇപ്പോഴും കെ.ബി. ഗണേഷ് കുമാർ നേരിടുന്നത്. എക്കാലത്തും ഇരു മുന്നണികൾക്കും കെ.ബി. ഗണേഷ് കുമാറിന്റെ വ്യക്തിജീവിതം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരോപണങ്ങളൊക്കെ തലവേദനയായിരുന്നു. അതിപ്പോൾ ആവർത്തിക്കുകയാണ്. 2013 തനിയാവർത്തനം 2026 ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. 2013 അദ്ദേഹത്തിന്റെ രാജി ഒരു തെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ രാജിവെക്കുന്നതാണ് ഉചിതമെന്ന ഒരു നിലപാടിലേക്ക് CPM നേതൃത്വം എത്തിച്ചേർന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിക്കുമ്പോഴൊക്കെ അത് വേണ്ടിവരുമെന്ന മറുപടിയാണ് അവർ നൽകുന്നത്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതിർന്ന LDF നേതാക്കളുമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. അങ്ങനെയെങ്കിൽ ഗണേഷ് കുമാറിന്റെ രാജി വൈകാതെ ഉണ്ടായേക്കും. രാജി അല്ലാതെ മറ്റു വഴി ഇടതുമുണ്ടിക്കില്ല. കെ.ബി. ഗണേഷ് കുമാർ എന്ന കേരള കോൺഗ്രസ് ബിയുടെ നേതാവ് മാത്രമല്ല ഇവിടെ പ്രശ്നം. തെരഞ്ഞെടുപ്പാണ്, സ്ത്രീ സുരക്ഷയാണ് ഇടതുമുന്നണി ഏറ്റവും വലിയ മുദ്രാവാക്യമായി അവരുടെ നേട്ടമായി എടുത്തു കാണിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അതിജീവതയാണ് തുടരുമെന്ന പരസ്യവുമായി PR നിർമ്മിച്ച പരസ്യവുമായി സർക്കാരിന് വേണ്ടി രംഗത്ത് പ്രചരണത്തിന് വന്നത്. അത്തരം ഒരു സാഹചര്യമുള്ളപ്പോൾ
ദിലീപ് കേസ് അതിജീവിത പോലും സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ അതിജീവിതമാർക്ക് വിശ്വസിച്ച് നിൽക്കാം, ധൈര്യമായി നിൽക്കാമെന്ന് ആവർത്തിച്ചു പറയുന്ന, അടിക്കടി പറയുന്ന മുഖ്യമന്ത്രി ഉള്ളപ്പോൾ ഒരു മന്ത്രിസഭയിലെ അംഗത്തിന് എങ്ങനെ തുടരാനാകും? കാരണം ഇന്നലെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സുരക്ഷയില്ലാത്ത നാടായി ഇത് മാറുകയാണോ, അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് സുരക്ഷ ലഭിക്കുക എന്ന ചോദ്യം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കുന്നു. ഗണേഷ് കുമാർ രാജി ആവശ്യപ്പെട്ട സമരങ്ങൾ ശക്തമാകുന്നു. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ ഗണേഷ് കുമാർ ഇവിടെ എത്തിയേക്കും എന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം 11 മണിയോടുകൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസിന്റെ പാലക്കാട് MLA-ക്കെതിരെ അതിരൂക്ഷമായ വിമർശനവും സമരങ്ങളും ഒക്കെ നടത്തിയ മുന്നണിയാണ് ഇടതുമുന്നണി. അത്തരം ഒരു ആരോപണം നിൽക്കുമ്പോൾ, സമാനമായ ആരോപണം ഒരു മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെ വരുമ്പോൾ സ്വാഭാവികമായും രാജിയല്ലാതെ മറ്റൊരു കാര്യം ഇടതുമുന്നണിക്ക് ചിന്തിക്കാനാകില്ലെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ അത് ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തെ സാധ്യതകളെ മാത്രമല്ല ഇടതുമുന്നണിയുടെ ഭരണ തുടർച്ചയെന്ന വലിയ സ്വപ്നത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്കയാണ് നേതൃത്വത്തിന് ഉള്ളത്. വളരെ പ്രധാനമാണ് അരുൺ. കാരണം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെയും രാഹുലിന്റെയും ഒക്കെ പരാതി എന്ന് പറയുന്നത് ഒരു കേസ് എടുക്കുന്നതിന് അല്ലെങ്കിൽ പരാതി വരുന്നതിന് മുൻപ് തന്നെ അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി. ഇപ്പോൾ പരാതിയില്ല എങ്കിൽ പോലും ഭാര്യ ഉന്നയിച്ചിരിക്കുന്നത് ഗൗരവതരമായ ആരോപണമാണ്. പോലീസിനെ വിളിച്ചിട്ട് പോലീസ് വന്നെങ്കിലും ഇടപെട്ടില്ല ഈ വിഷയത്തിൽ. ഒപ്പം ഗൺമാൻ, മന്ത്രിയുടെ ഗൺമാൻ, പേഴ്സണൽ സ്റ്റാഫുള്ള ആളുകൾ പിടിച്ചു തള്ളുകയും മൊബൈൽ പിടിച്ച് വാങ്ങാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു. ഒപ്പം മന്ത്രിയെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടു. അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഭാര്യയുടെ ഭാഗത്തുനിന്നുണ്ട്. പരാതി നൽകില്ല, നിയമപരമായി നീങ്ങില്ല എന്നവർ പറഞ്ഞാൽ പോലും ധാർമ്മികത എന്നൊരു വലിയ വിഷയം ഇതുമായി ബന്ധപ്പെട്ട ഗണേഷ് കുമാറിന്റെ മുന്നിലും, ഒപ്പം ആ ധാർമ്മിക തന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ ചെന്നുപെടുന്നത് ചില്ലറ തലവേദനയല്ല മുഖ്യമന്ത്രിക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമൊക്കെ കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായും ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെടുക എന്നതിനപ്പുറം മുഖ്യമന്ത്രിക്ക് മുന്നിൽ മറ്റൊരു പോംവഴിയില്ല. അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ പ്രതിപക്ഷം അത് സംസ്ഥാന തലത്തിൽ വലിയ ആയുധമാക്കുകയും ചെയ്യും. അരുൺ, വി അരുൺ തുടരുന്നുണ്ട്. ഏതായാലും ഗണേഷ് കുമാർ രാജിയിലേക്ക് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. വാളകത്തെ വീട്ടിൽ നിന്നും അദ്ദേഹം പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പക്ഷേ വിനീഷ് തുടരുന്നുണ്ട്. വിനീഷ്, വാളകത്തെ വീട്ടിൽ മാധ്യമപ്രവർത്തകർ ഒരുപാട് ശ്രമിച്ചു. സാധാരണ മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ച് മടങ്ങുന്ന ഒരു ആളാണ് ഗണേഷ് കുമാർ. ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം വളരെ പെട്ടെന്ന്. സാറൊന്നും പറയാനുണ്ടോ? പ്രതികരിക്കാൻ